ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് തേങ്ങാക്കൊത്ത് വെച്ചിട്ട് ചിക്കൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വട്ടെങ്കിലും ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കന് ഞാൻ 1 കിലോ ചിക്കനാണ് ഇട്ട് എടുത്തത്. അപ്പോൾ തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങയാണ്, കുറച്ച് വലുപ്പമുള്ള തേങ്ങയാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയതാണ് നിങ്ങൾ കണ്ടത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ കൊത്തി അരിഞ്ഞതിന് ശേഷം അതും വെക്കുക. പിന്നെ കുറച്ച് സവാള വേണം. ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ചെറിയ ഉള്ളി കുറവായത് കാരണം സവാളയാണ് എടുത്തത്. അപ്പം അതും ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് തേങ്ങാക്കൊത്തും ചേർത്ത് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി അതൊക്കെ അവനവൻ്റെ രുചിക്കനുസരിച്ച് ചേർക്കുക കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി മതി, മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി മുളകും ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ അതിലിട്ട് കൊടുക്കണേ. ഇത് ഇട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റാണ് ഈ റെസിപ്പി. ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. കറിയൊന്നും ആവശ്യമില്ലാത്തവർ ഇങ്ങനെ വരട്ടിയാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ ഈ തൊട്ട് കൂട്ടി കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും. പിന്നെ പത്തിരീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കി മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനിത് കറി വേണ്ടാത്ത ആ സാഹചര്യത്തിൽ എങ്ങനെ ഉണ്ടാക്കലാണ്. കറി പൊതുവേ ഇവിടെ ആർക്കും അധികം വേണ്ട. അപ്പം ഞാൻ അധികം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിന് കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണേ. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചാൽ മുളകും ഉപ്പും ഒക്കെ അതിലേക്ക് പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ വെക്കാനുള്ളത് എന്താ വെച്ചാൽ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് വെക്കേണ്ടത്. അതാകുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം, ഇരുമ്പിൻ്റെ ചട്ടി എല്ലാ വീട്ടിലും ഉണ്ടാകും എന്ന് വിചാരിക്കണേ. അപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. പിന്നെ വെള്ളം ഒട്ടും ചേർക്കേണ്ട, ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ മതി കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അപ്പോൾ ഇത് ഇത്തിരി വെളിച്ചെണ്ണ കുറേശ്ശെ ഇങ്ങനെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഫ്രൈ ചെയ്തൊരു ലെവലിലാക്കി വരും കേട്ടോ. അപ്പം അപ്പോഴാണിത് എടുത്ത് മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ റെസ്റ്റ് ചെയ്ത് വെച്ചതാണിത്. അപ്പം ഞാനിതാ പിന്നെ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ തണുപ്പ് കാരണം എണ്ണയൊക്കെ കട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചെടുത്തുകൂടി മിക്സ് ചെയ്യാണ് കേട്ടോ. ആദ്യം ഞാൻ ഒഴിച്ചെടുത്തില്ല, മറന്നു പോയതാണ്. അപ്പോൾ ഇതാണ് ചീനച്ചട്ടി. ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ എണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് വൈകുന്നേരത്തെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് രാത്രിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതെന്താ അടുപ്പിൻ്റെ മുകളിൽ ഞാൻ ചക്കക്കുരു വെച്ചിക്കാണ് കേട്ടോ. അപ്പോൾ അത് ചക്ക തിന്നപ്പോൾ അതിൻ്റെ കുരു ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചതാണ്. ഇത് നമ്മളെ പൊന്നുമാണ് കേട്ടോ. പൊന്നുവിന് തട്ടിട്ടിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞപ്പം പൊന്നുവിനെ അതിൻ്റെ കൂടെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ല പാട്ടൊക്കെ പാടി കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് എന്നോട് പാട്ട് പാടുമെന്നൊക്കെ പറയാൻ കേട്ടോ. പിന്നെ ഷാൾ എങ്ങനെ ഇട്ടിട്ട് റെഡി ആവണില്ല, ഇങ്ങനെ മതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ വന്നപ്പോൾ എൻ്റെ കൂടെ വന്നതാണ്. വീഡിയോ കണ്ടപ്പോൾ എന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത്, മുഴുവനായിട്ട് തന്നെ കാണണം. നിങ്ങളെ സപ്പോർട്ട് വേണം. ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടായതിന് ശേഷം ഞാൻ സവാള എടുത്തിട്ടുണ്ട്. 3 സവാളയാണ് എടുത്തത് കേട്ടോ. അത് കൊത്തി അരിഞ്ഞിട്ട് അതിലിട്ടൊന്ന് വാടണം കേട്ടോ. എന്താ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടെങ്കിൽ അതും ചതച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടെടുത്താൽ മതി. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും കൂടി കൊത്തി അരിഞ്ഞതാണ് കേട്ടോ. അതിൽ മിക്സാക്കി വെച്ചതാണ്. അപ്പോൾ അത് ഈ എണ്ണയിലിട്ട് ഒന്ന് ആ പച്ച മണം പച്ച ലെവലൊന്ന് മാറി കിട്ടിയാൽ ഒന്ന് വാടിയാൽ മതി കേട്ടോ. ഒന്ന് വാടി കഴിയുമ്പോൾ ഈ തേങ്ങയും ചിക്കനും കൂടിയുള്ള മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ അടച്ച് വെച്ച് ആവിയിൽ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത് കേട്ടോ. അപ്പോഴാ വേവുള്ളൂ. അപ്പോൾ ഇതാ നല്ലോണം ഇളക്കി കൊടുക്കുകയാണ്.
ഇനി ഇതാ ഈ പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിനാത്രം വേണ്ട, കാരണം നമ്മൾ ചിക്കനിൽ മസാല ഓൾറെഡി തേച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ കുറച്ച് മതി കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി കേട്ടോ. ആ മഞ്ഞൾപ്പൊടി ഇതിലിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ മുളകും പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കുറച്ചിട്ട് കൊടുക്കുക, അധികം വേണ്ട കേട്ടോ, എരി കൂടരുത്. നിങ്ങൾ ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ചാണ് മസാലപ്പൊടി ഇടേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തില്ല, ഇടാൻ പോവാണ്. അപ്പോൾ അതും ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം മുളകും പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു നുള്ളാണ് കേട്ടോ, ഒരു സ്പൂണിൻ്റെ ഭാഗമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും നല്ലോണം ഇളക്കി കൊടുത്ത് ആ പച്ചമണം മാറി കഴിഞ്ഞതിന് ശേഷം ഈ ചിക്കൻ്റെ മസാല തേച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ തന്നെ വെക്കണം കേട്ടോ, എന്നാൽ അടി പിടിക്കില്ല കേട്ടോ. മറ്റേത് നമ്മൾ സാധാരണ ചെമ്പിലൊക്കെ വെച്ച് അടി പിടിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ വെച്ച് കൊടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആകുമ്പോൾ ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നല്ലത്, ഇരുമ്പിൻ്റെ ചട്ടിയിലും കൈണും വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ മസാല വെച്ചിട്ടുള്ളത് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നല്ലോണം അടച്ച് വെക്കുക കേട്ടോ. നല്ലോണം അടച്ച് വെച്ചിട്ട് ആവി കിടന്നൊന്ന് വേവാണ്ട് ആ ആവി കിടന്ന് വിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ, അല്ലെങ്കിൽ അടി കരിഞ്ഞു കേട്ടോ. ഇളക്കാതെ തന്നെ വെച്ചെന്നാൽ പിന്നെ മുകളിലുള്ള ഇറച്ചിയൊക്കെ അടിയിലേക്ക് അയക്കുന്ന നല്ലോണം വേവിക്കണം. അപ്പോൾ അതും നല്ലോണം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം എല്ലാ സ്ഥലത്തും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളിയും ചിക്കനും തേങ്ങയും എല്ലാം മൊത്തത്തിൽ നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇത് അടച്ചൊന്ന് വെച്ച് കൊടുക്കണം. അടച്ച് വെച്ച് ഒന്ന് ആവി കിടന്നൊന്ന് വെന്തതിന് ശേഷം ഈ ലെവലായിട്ടോ. ആദ്യം ചീൻചട്ടി നിറഞ്ഞ് നിന്നിരുന്നു, പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി എടുത്തതിൻ്റെ അവസ്ഥയാണ് ഇത് കേട്ടോ. അപ്പോൾ പകുതിയായി. അപ്പോൾ ഇത് വീണ്ടും നല്ലോണം അടിയിലുള്ള മുകളിലേക്കാക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ, ഈ തേങ്ങേൻ്റെ കൊത്തൊക്കെ ഇതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാട്ടോ എൻ്റെ റെസിപ്പി. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചാൽ മതി, ഇളക്കി കൊടുത്തതിന് ശേഷം കേട്ടോ. പക്ഷേ എൻ്റെ ചിക്കൻ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മതി മക്കൾക്കൊക്കെ ചോറുന്നാൻ, എല്ലാവർക്കും കേട്ടോ, മക്കൾക്കായിട്ട് മാത്രമല്ല എല്ലാവർക്കും. അപ്പം എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.